കളങ്കാവലന് പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യം പറഞ്ഞിരുന്നത് നവംബർ 27 സിനിമ റിലീസ് ചെയ്യുമെന്നായിരുന്നു. എന്നാൽ പിന്നീട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ സിനിമയുടെ റിലീസ് മാറ്റുകയായിരുന്നു. നവംബർ 27 റിലീസ് ചെയ്യില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ കൃത്യമായ ഒരു ഡേറ്റ് പറഞ്ഞിരുന്നില്ല. ഇന്നലെയാണ് ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതി പുറത്തുവിട്ടത്. ചിത്രം ഡിസംബർ 5 തിയേറ്ററിലെത്തുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സിനിമയുടെ റിലീസ് ഒരാഴ്ചത്തേക്ക് മാറ്റിയതെന്ന് അറിയില്ല. മലയാളത്തിലെ വലിയ പ്രൊഡക്ഷൻ ഹൗസുകളിലൊന്നായ മമ്മൂട്ടി കമ്പനി, അതുപോലെ മമ്മൂക്ക അദ്ദേഹത്തിന്റെ അസുഖമൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു 6 മാസത്തെ ഗ്യാപ്പിൽ റിലീസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. എന്നിട്ട് പോലും കൃത്യമായ ഒരു ധാരണ ഇവർക്ക് ഈ സിനിമയെ കുറിച്ച് ഇല്ല. കാരണം നവംബർ 27 നല്ല ഗംഭീര ഡേറ്റ് ആയിരുന്നു. മമ്മൂക്കയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല മാർക്കറ്റായ ഗൾഫിൽ UAE അവധി ദിവസമാണ്, ഓൾമോസ്റ്റ് ഒരു 4-5 ദിവസം. ആ ഒരു വീക്കെൻഡ് കളഞ്ഞിട്ടാണ് അവർ ഒരാഴ്ച റിലീസ് തള്ളിവെച്ചത്. എന്നിട്ട് ഡിസംബർ 5 റിലീസ് ചെയ്യുന്നു. ഡിസംബർ 5 എന്ന് പറയുന്നത് ശരിക്കും സിനിമയെ സംബന്ധിച്ച് ഒരു 10 ഡേയ്സ് റണ്ണ് മാത്രമാണ് ഉള്ളത്. ഡിസംബർ 18 മോഹൻലാലും ദിലീപും ഭാഗമാവുന്ന ഭയം ഭക്തി ബഹുമാനവും അവതാറും ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. അതൊരു കാര്യം. പിന്നെ ഡിസംബർ 5 തന്നെ ബോളിവുഡിൽ നിന്നുള്ള വളരെയധികം ഹൈപ്പുള്ള ഒരു പ്രോമിസിംഗ് റിലീസായിട്ട് ദുരന്തർ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഡിസംബർ 5 ഒരു 50-50 ഡേറ്റ് ആണ്. നവംബർ 27 പോലൊരു ഗംഭീര ഡേറ്റ് കളഞ്ഞു പൊളിച്ചിട്ട് എന്തിനാണ് ഡിസംബർ 5 വെച്ചതെന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആരാധകരൊക്കെ ഇതിൽ വലിയ വിമർശനവും നിരാശയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്കിലും മമ്മൂക്കയെ സംബന്ധിച്ച് അദ്ദേഹം ഒരുപാട് കാലങ്ങളായിട്ട് എല്ലാ വർഷവും മിനിമം ഒരു ബോക്സ് ഓഫീസ് ഹിറ്റെങ്കിലും നൽകുന്നുണ്ട്. അപ്പൊ ആ ഒരു വിന്നിംഗ് സ്ട്രീക്ക് ഈ വർഷവും തുടരാനുള്ള സാധ്യതയുണ്ട്. കളങ്കാവലിനെ കുറിച്ച് കേൾക്കുന്നതെല്ലാം നല്ല വാർത്തകളാണ്. കളങ്കാവൽ തിയേറ്ററിൽ ഹിറ്റ് ആവുകയാണെങ്കിൽ ആ ഒരു വിന്നിംഗ് സ്ട്രീക്ക് മമ്മൂക്ക തുടരുകയും ചെയ്യും.